ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അതുപോലെ ആത്മായ സുഹൃത്തുക്കളും ഒരുമിച്ച് ചേർന്ന് കൂട്ടായി ചിന്തിച്ചപ്പോൾ ലോകാരാധ്യനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അത്രമാത്രം തുറവിയോടെ 12 വർഷം കത്തോലിക്ക തിരുസഭയെ മാത്രമല്ല ഈ ലോകത്തിലെ സുമനസ്സുകളായിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തിൻ്റെ, ധാർമ്മികതയുടെ, സത്യത്തിൻ്റെയും നീതിയുടെയും ചരടിൽ കോർത്തിണക്കി നയിച്ച ഒരു മാർപ്പാപ്പയ്ക്ക് ഒരു പൗരസമൂഹത്തിൻ്റെ ആദരവ് അർപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന ചിന്തയിൽ നിന്നാണ് എറണാകുളം ടൗൺ ഹാളിൽ ഈ ദിവസം വളരെ ഷോർട്ട് ടൈം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ സ്വാമിജിയെ പോലുള്ള വ്യക്തികളും എല്ലാവരും വളരെ ഷോർട്ടായിട്ടുള്ളൊരു നോട്ടീസിൽ 2-3 ദിവസത്തെ ഗ്യാപ്പിലാണ് ഇവരൊക്കെ അവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇതിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക സമിതി സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഹൃദയപൂർവ്വം നിങ്ങളുടെ ഈ ഒരു നല്ല മനസ്സിന് നന്ദി പറയുകയാണ്. ഗൗരവമായ ചർച്ചകൾക്കപ്പുറം ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹോപ്പ് എന്നുള്ള ഒരു ജീവിച്ചിരിക്കുന്ന മാർപ്പാപ്പ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം മരിക്കുന്നതിനേക്കാൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ഹോപ്പ് എന്ന ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. ഈ ആത്മകഥയിൽ ഒരു അധ്യായം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നർമ്മഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല നർമ്മം പറയുന്നവർ ശുദ്ധ മനസ്സുള്ള വ്യക്തികളാണ് എന്നാണ് എൻ്റെ അനുഭവം. നമുക്ക് രാഷ്ട്രീയ കേരളത്തിലും അറിയാം, ചില രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ ചിലരുടെയൊക്കെ പ്രസംഗം കേൾക്കാമായിരുന്നു. അത് നായനാരുടെ ആകാം, അച്യുതാനന്ദൻ്റേതാകാം. അതായത് പറയുമ്പോൾ അതിലൊത്തിരി നർമ്മമുണ്ട്, പക്ഷെ ആ നർമ്മത്തിൽ വളരെ സത്യങ്ങളുമുണ്ട്. അതുപോലെ ഒരു നർമ്മം, ഇത്രയും മാത്രം നർമ്മം പറഞ്ഞൊരു മാർപ്പാപ്പ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചില നർമ്മങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ കാര്യം, മാർച്ച് 13, 2013 ബ്യൂണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ഗോർഹെ മാരിയോ ബെർഗോളിയോ ഫ്രാൻസിസ് മാർപ്പാപ്പയായി തീർന്നത്. അപ്പം ഈ മാർപ്പാപ്പയായിട്ട് ഈ കോൺക്ലേവിൽ അദ്ദേഹം അവരോധിതനായതിനു ശേഷം ദ റൂം ഓഫ് ടിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. എന്ന് വെച്ചാൽ ഒരു മാർപ്പാപ്പയുടെ വസ്ത്രം ധരിക്കേണ്ട, മോതിരം മാറേണ്ട സ്ഥലമാണ്. അതിനെ റൂം ഓഫ് ടിയേഴ്സ് എന്ന് പറയണേ, കണ്ണുനീരിൻ്റെ. കാരണം ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം 140 കോടി കത്തോലിക്കരുടെ മാത്രമല്ല, ഈ ലോകത്തിൻ്റെ മുഴുവൻ ധാർമ്മിക ശബ്ദമായിട്ട് മാറേണ്ട ഒരു വ്യക്തി തീർച്ചയായിട്ടും കരഞ്ഞു പോകും. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് സിസ്റ്റൈൻ ചാപ്പലിലെ ആ റൂം ഓഫ് ടിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ മോതിരം മാറ്റണം. അപ്പോൾ അതിന് പ്രത്യേകം ഏർപ്പാട് ചെയ്തിട്ടുള്ള വ്യക്തികൾ മോതിരം ചെന്നപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, നോ, ഐ ഡോണ്ട് വാണ്ട്. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട്. പോക്കറ്റിൽ നിന്ന് താൻ മെത്രാനായ കാലത്തുള്ള ഒരു മോതിരം കയ്യിലുണ്ട്. ഈ മോതിരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഏറ്റവും ഫിറ്റായത്. അടുത്തത് സ്വർണത്തിൻ്റെ പരമ്പരാഗതമായിട്ട് മാർപ്പാപ്പമാർ ഉപയോഗിക്കുന്ന മാല. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, നോ, എനിക്ക് ഞാൻ മെത്രാനായിപ്പോൾ ഉള്ള സാധാരണ സിൽവറിൻ്റെ ഒരു കുരിശൻ്റെ കയ്യിലുണ്ട്, അത് മതി. ഷൂ, ആദ്യം മാർപ്പാപ്പ ആയ ഒരു ചുമന്ന റെഡ് ഷൂ ആണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ, എൻ്റെ കാലിന് ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഈ ഷൂ എനിക്ക് ഫിറ്റാകില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഷൂ തന്നെ ഉപയോഗിച്ചോളാം. മാർപ്പാപ്പയാണ് പറയണേ, മറിച്ചൊരു ചോദ്യമില്ല. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് ആത്മകഥയിൽ പറയുന്നുണ്ട്, എന്താ, വൈറ്റ് ട്രൗസേഴ്സുമായിട്ട് വന്നിരിക്കുകയാണ്. കുറേ ജോഡി വൈറ്റ് ട്രൗസേഴ്സ്. മാർപ്പാപ്പന്മാർ പരമ്പരാഗതമായിട്ട് വെള്ള പാൻസ് ഉപയോഗിക്കണേ.
അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, അതെ, ഞാൻ ഐസ്ക്രീം കച്ചവടക്കാരനൊന്നുമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്, എനിക്കുള്ള ഫാൻസ് മതി. മാർപ്പാപ്പയായിട്ട് സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന്, അതായത് ഈ ഉർബിയത്ത് ഓർബിയുള്ള അനുഗ്രഹം മട്ടുപ്പാവിൽ കൊടുത്തതിന് ശേഷം തിരിച്ച് കർദിനാൾമാരെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ കാർഡിനൽ, ബോംബെയുടെ കാർഡിനൽ ഐവൻ ഡയസ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അദ്ദേഹം കുറേ നാൾ ഇവാഞ്ചലൈസേഷൻ ഓഫ് പീപ്പിൾ, സുവിശേഷവൽക്കരണത്തിനുള്ള ഡിക്കാസ്ട്രിയുടെ ഹെഡായിരുന്നു. അദ്ദേഹം വീൽ ചെയറിലായിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് വലിയ ഉടുപ്പൊക്കെ ധരിച്ചിട്ട് ആദ്യം ഈ വീൽ ചെയറിലുള്ള നമ്മുടെ കാർഡിനൽ ഐവൻ ഡൈസിനെ ഗ്രീറ്റ് ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് കാല് തട്ടി വീണു. ഉടൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് എന്താ, ദിസ് ഈസ് ദ ഫസ്റ്റ് ആക്ട് ആസ് എ പോപ്പ്. മാർപ്പാപ്പ എന്നുള്ളതിൽ എൻ്റെ ആദ്യത്തെ ആക്ഷൻ ഒരു വീഴ്ചയാണ്. അതൊരു ചോക്കാണ്. ഇതുപോലെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു നർമ്മം, സ്മൈലിങ്. മാർപ്പാപ്പ എപ്പോഴും കാണുമ്പോൾ സ്മൈലിംഗ് ആണ്. പ്രിയമുള്ളവരെ, ഒരു നേതാവ്, ഒരു ജനതയുടെ നേതാവ് എത്തരത്തിലാണ് ആയിരിക്കേണ്ടത്? ഇത് എത്ര സിമ്പിളാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ, ഐ എം ലൈക്ക് എ സിന്നർ ലൈക്ക് എനിവൺ. ഞാൻ മറ്റുള്ളവരെ പോലെ ഒരു പാപിയാണ്. അതുപോലെ മരണത്തിന് മുമ്പ് ആ പുസ്തകത്തിൽ തൻ്റെ മരണപത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതിലും പറഞ്ഞിട്ടുണ്ട്, സാധാരണ മാർപ്പാപ്പന്മാരെ അടക്കുന്ന പെട്ടി അല്ലെ 3 മരമോ അല്ല, എനിക്കതൊന്നും വേണ്ട, ഒരൊറ്റ ലെയർ മതി. അതും ഒത്തിരി കാര്യങ്ങൾ പലതിനെയും മാറ്റി മറിച്ചിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. മാറ്റമാണത്. ആ മാറ്റം അത് ഈ പരമ്പരാഗതമായ രീതിയിൽ നിന്നുമുള്ളൊരു മാറ്റമാണ്. മറ്റൊരു തമാശ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്നറിയൂ, അതായത് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് വെൽബി, അദ്ദേഹം ഈ അന്ന് മാർപ്പാപ്പ ആണേക്കാളും മുമ്പ് കാർഡിനൽ ബെർഗോളി ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഈ വെൽബി എന്ന് പറയുന്ന കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ബെർഗോളിയോട് ഒരു കാര്യം പറഞ്ഞു, യു നോ, ഇഫ് യു കമ്പയർ എ ലിറ്റർജിസ്റ്റ് ആൻഡ് എ ടെററിസ്റ്റ്, ഹൂ ഈസ് ബെറ്റർ? ഒരു ആരാധനക്രമ പണ്ഡിതനും ഒരു ഭീകരവാദിയെയും തമ്മിൽ കമ്പയർ ചെയ്താൽ ആരായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മൗനമായിട്ടൊന്ന് ചിരിച്ചു. അപ്പോൾ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പറഞ്ഞു, വിത്ത് എ ടെററിസ്റ്റ് വി ക്യാൻ റിക്കൺസൈൽ, നോട്ട് വിത്ത് എ ലിറ്റർജിസ്റ്റ്. ഒരു ഭീകരവാദിയോട് നമുക്ക് അനുരഞ്ജനപ്പെടാം, ഒരു ആരാധനക്രമ പണ്ഡിതൻ അല്ലെങ്കിൽ കടും പിടുത്തക്കാരനോട് നമുക്ക് രമ്യതപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ തമാശ കേട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉറക്കം ചിരിച്ചു എന്ന ആ ചിരിയിൽ ഒരു അർത്ഥമുണ്ട്. പ്രിയമുള്ളവരെ, കടുംപിടുത്തമല്ല യേശുവിൻ്റെ വഴി. ഇതും നമ്മുടെ സഭയിൽ പോലും മെത്രാന്മാർക്കും മനസ്സിലാകുന്നില്ല. എല്ലാവരും മാർപ്പാപ്പയെ പുകഴ്ത്തുന്നുണ്ട്, പക്ഷെ കടുംപിടുത്തത്തിൻ്റെ ഭാഷയല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ. വളരെ കൃത്യമായിട്ട് നമ്മുടെ മെത്രാന്മാർ പോലും ചിലപ്പോഴൊക്കെ പറയുന്ന വാക്കുകൾ, ചിലപ്പോഴൊക്കെ ഈ ദിവസങ്ങളിൽ പോലും മാധ്യമങ്ങളിൽ കേൾക്കുന്ന കാര്യങ്ങൾ വൈരാഗ്യത്തിൻ്റെയും വൈരത്തിൻ്റെതുമാണ്. ഞാൻ ഒരൊറ്റ കൊട്ടേഷൻ ഇതിനെക്കുറിച്ചിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, വൈരം എന്ന് പറഞ്ഞാൽ റിവഞ്ച്, അതുകൊണ്ട് ആരും ഒന്നും നേടാൻ പോകുന്നില്ല. അദ്ദേഹം പറയുന്നത്, no salvation can be built on words and actions of revenge. വൈരാഗ്യത്തിൻ്റെയോ പ്രതികാരത്തിൻ്റെയോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആരും ഒരു രക്ഷയും നേടുന്നില്ല. ലൈഫ് ക്യാൻ റീബിൽഡ് ഓൺലി ഓൺ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഓഫ് ജസ്റ്റിസ് ദാറ്റ് അവോയ്ഡ് ഹ്യൂമിലിയേറ്റിംഗ് ദി അഡ്വേഴ്സറി. ശത്രുവിനെ പോലും ഹ്യൂമിലിയേറ്റ് ചെയ്യാത്ത, താഴ്ത്തിക്കെട്ടാത്ത വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മാത്രമേ ഈ ലോകത്തിൻ്റെ രക്ഷ പറ്റുകയുള്ളൂ. ഈ ഹോപ്പ് എന്നുള്ള പുസ്തകത്തിലെ ഈ ഉദ്ധരണി പല മെത്രാന്മാരും, സീറോ മലബാർ സഭയിലെ മെത്രാന്മാരും വായിക്കേണ്ടിയിരിക്കുന്നു, ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. വൈരത്തിൻ്റെ ഭാഷ ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതല്ല, സ്നേഹത്തിൻ്റെതാണ്, നർമ്മത്തിൻ്റെതാണ്. ആ മാർപ്പാപ്പയെ ആദരിക്കുവാൻ നമുക്ക് ലഭിച്ച ഈ ഒരു ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.